ഹായ്, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാനൊരു 90% ചാൻസുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് നമ്മുടെ കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഹെഡിങ് ഇതാണ്: ഫൈൻഡിങ് അബ്സല്യൂട്ട് എക്സ്ട്രീമ ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ്. ഇതാണ് നമ്മുടെ ഹെഡിങ്. ഫൈൻഡിങ് അബ്സല്യൂട്ട് എക്സ്ട്രീമ ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റിലെ 13.8.3 അവിടെ ഒരു തിയറം കൊടുത്തിട്ടുണ്ട്. ആ തിയറത്തിൻ്റെ പേരിലാണ് എക്സ്ട്രീം വാല്യൂ തിയറം. തിയറത്തിൻ്റെ പേരാണ് എക്സ്ട്രീം വാല്യൂ തിയറം. ആ തിയറം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ f(x,y) എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇത് എവിടെയാണ് കണ്ടിന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൊമൈൻ പറയണമല്ലോ. അപ്പം ആർ എന്ന് പറഞ്ഞ ഒരു ഡൊമൈനിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് f(x,y). ഈ ആർ എന്നുള്ള ഡൊമൈനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ക്ലോസ്ഡ് ആണ്, അതേപോലെ ഒരു ബൗണ്ടഡും ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഓക്കെ, അപ്പം f(x,y) ഇസ് കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് ആർ. എങ്കിൽ എക്സ്ട്രീം വാല്യൂ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന് ഉറപ്പായിട്ടും ഒരു അബ്സല്യൂട്ട് മാക്സിമയും അബ്സല്യൂട്ട് മിനിമയും ഉണ്ടായിരിക്കും. എങ്കിൽ ഈ തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും ഉറപ്പായിട്ടും ഈ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. എവിടെ? ഈ ആർ എന്ന് പറഞ്ഞ സെറ്റിനകത്ത്. അതാണ് എക്സ്ട്രീം വാല്യൂ തിയറം. ഞാൻ ഓൾറെഡി പറഞ്ഞൊരു തിയറമാണ്, എന്നാലും നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഡൊമൈൻ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണെങ്കിൽ എക്സ്ട്രീം വാല്യൂ തിയറം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിന് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ശരിയാണല്ലോ? അപ്പം ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റെക്ടാങ്കിൾ, ഇതൊരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് ആണല്ലോ. ഇതിന്റെ ഈ റീജിയൻ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഇന്റീരിയർ, ഇത് അകത്തെ പോയിന്റ്സും വരും, പിന്നെന്താ ഈ വരച്ചിരിക്കുന്ന ആ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ആളും വരും. ഓക്കെ, ഇതിന് രണ്ടായിട്ട് വേണമെങ്കിൽ മുറിക്കാം. കാരണം എന്താ, ഈ ബോക്സിനകത്ത് വരുന്ന ആളെ നമുക്ക് ഇന്റീരിയർ എന്നും ഈ ബോക്സ് ആയിട്ട് വരയ്ക്കുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? ബൗണ്ടറി എന്നും വിളിക്കാം. ശരിയല്ലേ? ബൗണ്ടറി. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടറി റീജിയനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഭാഗങ്ങളുണ്ട്. അതിലൊരു ഇന്റീരിയർ പാർട്ടും ഉണ്ടായിരിക്കും, അതിലൊരു ബൗണ്ടറി പാർട്ടും ഉണ്ടായിരിക്കും. ശരിയാണല്ലോ? ഓക്കെ, അപ്പൊ ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടറി റീജിയന് ഇന്റീരിയർ പാർട്ടും ഉണ്ടാവും, ബൗണ്ടറി പാർട്ടും ഉണ്ടാവും. അപ്പൊ നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉറപ്പായിട്ടും ഒരു അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഉണ്ടായിരിക്കും. എങ്കിൽ ആ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം വരാൻ സാധ്യത എവിടെയായിരിക്കും? ഒന്നുകിൽ ഇന്റീരിയറിന്റെ അകത്ത് വരാം, അല്ലെങ്കിൽ എവിടെ വരാം? ബൗണ്ടറിക്ക് അകത്ത് വരാം. ശരിയാണല്ലോ? ഇനി തൊട്ടു മുമ്പത്തെ തിയറത്തിൽ, അതായത് 13.8.7, എന്റെ പുസ്തകത്തിൽ 14.8.7, നിങ്ങളുടെ പുസ്തകത്തിൽ 13.8.7 തിയറത്തിൽ എന്താണ് പറയുന്നത്? ഇന്റീരിയറിന്റെ അകത്ത് എക്സ്ട്രീമം വരികയാണെങ്കിൽ അത് ഏത് പോയിന്റ് ആയിരിക്കും? ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. അപ്പം ഇന്റീരിയറിന്റെ അകത്താണ് എക്സ്ട്രീമം വരുന്നതെങ്കിൽ നമ്മൾ എവിടെ അന്വേഷിച്ചാൽ മതി? ക്രിട്ടിക്കൽ പോയിന്റിൽ അന്വേഷിച്ചാൽ മതി. എങ്കിൽ ഇതിന്റെ കൺക്ലൂഷൻ എന്താ? ടോട്ടലി ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഡൊമൈൻ എങ്കിൽ എഫ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അവിടുത്തെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം എവിടെയായിരിക്കും വരാൻ സാധ്യത? ഒന്നുകിൽ ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എവിടെ ആയിരിക്കും? ബൗണ്ടറി പോയിന്റ് ആയിരിക്കും. ശരിയല്ലേ? ഈ രണ്ട് ഭാഗത്തപ്പം അന്വേഷിച്ചാൽ മതി. കാരണം എന്താ, നമ്മുടെ എക്സ്ട്രീം വാല്യൂ തിയറം പറയുന്നുണ്ട് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയന് എന്തുണ്ട്? അബ്സല്യൂട്ട് മാക്സിമം മിനിമം ഉണ്ടെന്ന് പറയുന്നു. ഈ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ നമുക്ക് രണ്ടായിട്ട് പറയാം, ഒന്ന് ഇന്റീരിയർ എന്നും ബൗണ്ടറി എന്നും പറയാം. ഓക്കെ, തൊട്ടുമുമ്പത്തെ റിസൾട്ടിൽ നമ്മൾ പറഞ്ഞു ഇന്റീരിയറിന്റെ അകത്താണ് മാക്സിമം മിനിമം വരുന്നതെങ്കിൽ അത് ഏത് പോയിന്റിലായിരിക്കും? ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. സോ ഇന്റീരിയറിനകത്ത് അന്വേഷിക്കാൻ നമ്മൾ എല്ലായിടത്തും അന്വേഷിക്കണം. എവിടെ മാത്രം അന്വേഷിച്ചാൽ മതി? ക്രിട്ടിക്കൽ പോയിന്റിൽ മാത്രം അന്വേഷിച്ചാൽ മതി. പിന്നെ എവിടെയും കൂടെ അന്വേഷിക്കണം? ആ ബൗണ്ടറിയിലും കൂടെ അന്വേഷിച്ചാൽ മതി. സോ ക്രിട്ടിക്കൽ പോയിന്റും ബൗണ്ടറിയും മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇതാണ് പറയുന്നത്. അപ്പൊ ഇതിനെ ഒരു സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നുള്ളൂ. ഇപ്പം പറഞ്ഞു തരുന്നതിന് ഹൗ ടു ഫൈൻഡ് ദ അബ്സല്യൂട്ട് എക്സ്ട്രീമ ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഓഫ് 2 വേരിയബിൾ ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് ആർ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എഫ് ദാറ്റ് ലൈ ഇൻ ദ ഇന്റീരിയർ ഓഫ് ആർ. കാരണം ഇന്റീരിയറിന്റെ അകത്ത് വരുവാണെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് ഉള്ളൂ. സോ നമ്മുടെ ഡൊമൈൻ്റെ അകത്തെ
ഇന്റീരിയറിലെ ക്രിട്ടിക്കൽ പോയിന്റ് എവിടെയൊക്കെ വരുന്നു എന്ന് കണ്ടുപിടിക്കാം. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ഓൾ ബൗണ്ടറി പോയിന്റ്സ് അറ്റ് വിച്ച് ദ അബ്സല്യൂട്ട് എക്സ്ട്രീമ ക്യാൻ ഒക്കർ. എക്സ്ട്രീമ വരാൻ സാധ്യതയുള്ള ബൗണ്ടറി പോയിന്റുകൾ കണ്ടുപിടിക്കുക. പിന്നെ എന്ത് ചെയ്യുക? മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇപ്പൊ നമ്മൾ കുറച്ച് പോയിന്റ് കണ്ടുപിടിച്ചില്ലേ? ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചു, എക്സ്ട്രീമ വരാൻ സാധ്യത ബൗണ്ടറി പോയിന്റ് കണ്ടുപിടിച്ചു. ഈ പോയിന്റുകളെല്ലാം എഫ് ഓഫ് എക്സ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പം എന്തായിരിക്കും? ഈ എഫ് ഓഫ് എക്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലാർജസ്റ്റ് കിട്ടുന്ന ആളായിരിക്കും എന്ത്? അബ്സല്യൂട്ട് മാക്സിമം. സ്മോളസ്റ്റ് കിട്ടുന്ന ആളായിരിക്കും എന്ത്? അബ്സല്യൂട്ട് മിനിമം. ഇത്രയുള്ള പ്രോബ്ലം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതിന്റെ എന്താ ഒരു ആക്ച്വൽ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോയി നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് f of xy equal to 3xy minus 6x minus 3y plus 7. ഇതാണ് ഫംഗ്ഷൻ, 2 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. ഇതിന്റെ അബ്സല്യൂട്ട് മാക്സിമം മിനിമം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എവിടെ? നമ്മുടെ റീജിയൻ R ഉണ്ട്, ക്ലോസ്ഡ് ട്രയാങ്കുലർ റീജിയൻ R. ക്ലോസ്ഡ് ട്രയാങ്കുലർ റീജിയൻ R. ട്രയാങ്കുലർ റീജിയൻ പറയുമ്പോഴത്തേക്ക് ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 3 പോയിന്റ്സ് വേണം, 3 വെർട്ടിസസ് വേണം. അതൊക്കെ തന്നിട്ടുണ്ട്. 3 വെർട്ടിസസ്, ഒരു വെർട്ടിസസ് 0 0 0 0, പിന്നെ ഏതാ 3 0, പിന്നെ ഏതാണ് 0 5. ഈ ലെഫ്റ്റ് കൊടുത്തിരിക്കുന്ന പടം നമുക്ക് പരീക്ഷ തരത്തില്ല, നമ്മൾ തനി വരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു XY ആക്സിസ് എടുത്തിട്ട് 0 0 മാർക്ക് ചെയ്യുന്നു, പിന്നെ എന്ത് മാർക്ക് ചെയ്യുന്നു? 3 0 മാർക്ക് ചെയ്യുന്നു, പിന്നെ എന്ത് മാർക്ക് ചെയ്യുന്നു? 0 5 മാർക്ക് ചെയ്യുന്നു. ട്രയാങ്കിൾ ആണെന്ന് അറിയാമല്ലോ. സോ ഇതിനെല്ലാം കൂടെ ജോയിൻ ചെയ്യാം. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ ട്രയാങ്കുലർ ഷേപ്പിലുള്ള റീജിയൻ കിട്ടും. ഈ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റിന്റെ അകത്ത് എവിടെയാണ്, ഏത് പോയിന്റാണ് മാക്സിമം മിനിമം വന്നിരിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാനുള്ള മെത്തേഡ് നമുക്കറിയാം. ഓക്കെ, എങ്ങനെ? ആദ്യം ഇന്റീരിയർ സ്റ്റെപ്പ് 1 എന്താണ്? ഇന്റീരിയർ വരുന്ന ക്രിട്ടിക്കൽ പോയിന്റുകൾ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും കണ്ടുപിടിക്കുക. അതിനെ എന്ത് ചെയ്യുക? 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുന്നു. അതറിയാലോ. എഫിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ എന്ത് വരും? 3y അല്ലെ, 3xy യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് വരും? 3y മൈനസ് 6x ന്റെ ഡെറിവേറ്റീവ് 6. ബാക്കിയെല്ലാം 0 ആയി പോകും, കാരണം 3y പ്ലസ് 7 അത് കോൺസ്റ്റന്റ് ആണ്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഈസ് 3y മൈനസ് 6. ഇനി അടുത്ത ഡോ എഫ് ബൈ ഡോ വൈ എന്ത് വരും? ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എടുക്കുമ്പോൾ വരും 3x യുടെ ഡെറിവേറ്റീവ് 3x, 6x ന്റെ ഡെറിവേറ്റീവ് 0, മൈനസ് 3 യുടെ ഡെറിവേറ്റീവ് മൈനസ് 3, 7 ന്റെ ഡെറിവേറ്റീവ് 0. സോ 3x മൈനസ് 3. ഇനി ഇവരെ രണ്ടുപേരും എന്ത് ചെയ്യുക? 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. 3y മൈനസ് 6നെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അതേപോലെ 3x മൈനസ് 3യും 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. ഈ 3x മൈനസ് 3 ഈക്വൽ ടു 0 നമുക്ക് എങ്ങനെ എഴുതാം? x ഈക്വൽ ടു 1. അതേപോലെ 3y മൈനസ് 6 ഈക്വൽ ടു 0 y സോൾവ് ചെയ്താൽ എത്ര കിട്ടും? y ഈക്വൽ ടു 2. സോ x എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, y എന്ന് വെച്ചാൽ 2. 1 2 എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ. ആ ഒറ്റ ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കിട്ടിയുള്ളൂ. 1 2 എന്ന് വെച്ചാൽ ഏകദേശം നടുക്കൊരു ഇവിടെ വരുമല്ലോ. സോ ഇന്റീരിയർ വരുന്നു. സോ 1 2 ഈസ് ദ ഓൺലി ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പം ഈ ട്രയാങ്കിളിലെ ഇന്റീരിയറിൽ വരാനാണെങ്കിൽ ഈ 1 2 എന്ന് പറഞ്ഞ ഒറ്റ പോയിന്റ് ഉള്ളൂ. സോ നമ്മൾ എവിടെ മാത്രം ചെക്ക് ചെയ്താൽ മതി? ബൗണ്ടറി പോയിന്റ്സ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ബൗണ്ടറി പോയിന്റ്സ് കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. ഇവിടെ അല്ലേ, പിന്നെ ഏതാ? ഇവിടെ എവിടെയാണ് മാക്സിമം മിനിമം വരാൻ സാധ്യത? പിന്നെ ഏതാണ് ബൗണ്ടറി? ഇവിടെ. അപ്പം ഈ 3 ഏരിയ കൂടെ നമ്മൾ ഇനി ചെക്ക് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. സോ നമ്മൾ നെക്സ്റ്റ് അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനെ നമ്മൾ 3 ആയിട്ടാണ്, 3 ബൗണ്ടറി ഉണ്ടല്ലോ. സോ ഇത് നമുക്ക് 3 ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. നെക്സ്റ്റ് വി വാണ്ട് ടു ഡിറ്റർമൈൻ ദ ലൊക്കേഷൻ ഓഫ് ദ പോയിന്റ്സ് ഓൺ ദ boundary of R. Boundary of R എന്നുണ്ട് at which absolute extrema might occur. അപ്പം ബൗണ്ടറിയുടെ പ്രത്യേകത എന്താ? The boundary of R consists of 3 line segment. സോ നമ്മൾ ഇനി ഓരോന്നിനും പ്രത്യേകമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ചെയ്യലും? ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ സെഗ്മെന്റ് ബിറ്റ്വീൻ 0 0 3 0. അപ്പൊ ഇതാണ് 0 0 3 0 ആണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതായത് 0 0 3 0. ഒരു കാര്യം, അപ്പുറത്തെ പേജിൽ കൂടെ ഇതിനൊന്ന് മാറ്റി വരയ്ക്കാം, അതായിരിക്കും എളുപ്പം.
0 0 3 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോണത് 0 0 3 0. ഈ 0 0 3 0 പ്രത്യേകത എന്താണ്? അവിടെ y വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എക്സ് ആക്സിസ് കൂടെ അല്ലേ ഈ 0 0 3 0 കിടക്കുന്ന എവിടെയാണ്? എക്സ് ആക്സില. അവിടുത്തെ y വാല്യൂ എന്താണ്? 0 ആണ്. സോ ഇവിടുത്തെ പ്രത്യേകത ഫംഗ്ഷൻ്റെ അകത്ത് എല്ലാ ഇപ്പോഴും വൈയുടെ വാല്യൂ എന്താണ്? 0 ആണ്. നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്തായിരുന്നു? നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3xy മൈനസ് 6x മൈനസ് 3y പ്ലസ് 7 എന്നുള്ളതാണല്ലോ. ശരിയാണല്ലോ. ഇവിടെ y 0 ആണ്. y 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ 3xy 0 ആയി പോകും, ഈ 3y 0 ആയി പോകും. സോ മിച്ചം നമുക്ക് എന്ത് മാത്രമേ വരത്തുള്ളൂ? മൈനസ് 6x പ്ലസ് 7. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സിൽ മാത്രമുള്ള ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഒരു യു ഓഫ് എക്സ് എന്ന് വിളിക്കാം. നമ്മുടെ എഫ് ഓഫ് എക്സ് തന്നെ, പക്ഷെ ഇവിടുത്തെ പ്രത്യേകത അവിടെ വൈ വാല്യൂ 0 ആണ്. സോ നമുക്ക് യു എക്സ് വിളിക്കാം. ആക്ച്വലി ഇത് വേറെയല്ല, നമ്മുടെ എഫ് എക്സ് 0 ആണ്. കാരണം വൈയുടെ പ്ലേസ് 0 ആകുന്നതുകൊണ്ട് നമ്മൾ എഫ് എക്സ് 0 എന്ന് വിളിക്കും. സോ നമ്മുടെ യു എക്സ് നമുക്ക് അതിനെ വിളിക്കാം. ഇവിടുത്തെ എക്സ് വേരിയുന്നുണ്ടോ? ആ എക്സ് വേരിയുന്നത് 0 തൊട്ട് 3 വരെയാണ് വേരിയുന്നത്. സോ നമുക്ക് അതുകൊണ്ട് മെൻഷൻ ചെയ്യാം. എക്സ് വേരീസ് ഫ്രം 0 to 3. അപ്പൊ നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാം. നമ്മുടെ ഫംഗ്ഷൻ യു എക്സ് എന്ന് പറയുന്നത് ആരാണ്? മൈനസ് 6x പ്ലസ് 7. അവിടുത്തെ എക്സ് വേരിയുന്നത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. അപ്പൊ ഇതാണ് ബൗണ്ടറിയുടെ ഒരു ലൈൻ സെഗ്മെന്റിൽ വരുന്ന പ്രത്യേകത. ഇനി ഇവിടെ എവിടെയാണ് എന്താ മാക്സിമം മിനിമം ഉണ്ടാകുന്ന നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഇതേ ഐഡിയ തന്നെ ഇവിടുത്തെ എവിടെയാണ് മാക്സിമം മിനിമം ഉണ്ടാകുന്നത്? ഒന്നുകിൽ ഇന്റീരിയറിൽ വരാം, അല്ലെങ്കിൽ ബൗണ്ടറിയിൽ വരാം. ഓക്കെ, ഇവിടുത്തെ ഇന്റീരിയറിൽ എവിടെയാണെന്ന് വരുന്നത് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെറിവേറ്റീവ് എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ യു ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. യു ഡാഷ് എക്സ് എടുത്താൽ എത്രയേ എടുത്തുള്ളൂ? -6. അത് ഒരിക്കലും 0 ആകില്ല. അതിന്റെ അർത്ഥം ഈ ഫംഗ്ഷന് ഇന്റീരിയറിന്റെ അകത്ത് എന്തില്ല? മാക്സിമം മിനിമം വരില്ല. അതായത് ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? ബൗണ്ടറി. ബൗണ്ടറി എന്ന് വെച്ചാൽ ആര് മാത്രമേ ഉള്ളൂ? 0 ഉം 3. അപ്പം എക്സ് ഈക്വൽ ടു 0 ഉം എക്സ് ഈക്വൽ ടു 3. അതായത് ഇവിടെ മാത്രമേ പിന്നെ സാധ്യതയുള്ളൂ. ദേ ഞാൻ റെഡിൽ വരയ്ക്കാം. ഇവിടെയും ഇവിടെയും ഈ ഇന്റീരിയറിനകത്ത് ഒന്നും വരുന്നില്ല. കാരണം എന്താ? ഇന്റീരിയറിനകത്ത് നമ്മൾ കണ്ടു ഡെറിവേറ്റീവ് എടുത്തപ്പോഴത്തേക്ക് 0 വരുന്നില്ലെന്ന്. സോ ക്രിട്ടിക്കൽ പോയിന്റ് 2 പോയിന്റ് ഉള്ളൂ. ഏതൊക്കെ? 0 0 ഉം 3 0 ഉം. മനസ്സിലായി? ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത ലൈൻ സെഗ്മെന്റ് കൺസിഡർ ചെയ്യണം. അടുത്ത ലൈൻ സെഗ്മെന്റ് ഏതായിരിക്കും? ഈ 0 0 0 5. ശരിയല്ലോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നതാണ് 0 0 0 5. ഇവിടുത്തെ പ്രത്യേകത നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലൈൻ സെഗ്മെന്റിന്റെ അത് എക്സിന്റെ വാല്യൂ എല്ലായ്പ്പോഴും എന്താണ്? 0 ആണ്. എക്സിന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0 ആകും. സോ നമ്മൾ അതിനെ എന്ത് വിളിക്കും? എഫ് ഓഫ് 0 എന്ന് വിളിക്കും. എക്സ് 0 ആയിട്ട് എന്ത് സംഭവിക്കും? ഈ ആള് 0 ആയി പോകും, ഈ ആളും 0 ആവും. മിച്ചം ആര് മാത്രമേ മൈനസ് 3y പ്ലസ് 7. മൈനസ് 3y പ്ലസ് 7. ഇതൊരു വൈയിലുള്ള ഫംഗ്ഷൻ ആണല്ലോ. ഇതൊരു വൈയിലുള്ള ഫംഗ്ഷൻ ആണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം? ഒരു വി ഓഫ് ഐ എന്ന് പേര് കൊടുത്തേക്കാം. ഓക്കെ, വൈ ഏരിയ 0 to 5. അപ്പൊ അതോട് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫംഗ്ഷൻ കിട്ടി വി ഓഫ് y ഈക്വൽ ടു അല്ലേ ഇത്. സോ നമ്മുടെ ഫംഗ്ഷൻ കിട്ടി വി ഓഫ് y ഈക്വൽ ടു മൈനസ് 3y പ്ലസ് 7, 0 ലെസ് ദാൻ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇവിടെ നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ആരാണ്? ഈ 0 ലെസ് ദാൻ 5 y ലെസ് ദാൻ നമ്മുടെ ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. ഇത് നേരത്തെ പറഞ്ഞാൽ ഇതാണ്, ഇതൊരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് ആണല്ലോ. അപ്പം ഇവിടെ മാക്സിമം മിനിമം എവിടെ വരാം? ഒന്നുകിൽ ഇന്റീരിയർ വരാം, അല്ലെങ്കിൽ ബൗണ്ടറിയിൽ വരാം. ഇന്റീരിയറിൽ വരുമെന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ച് നോക്കുക. അതായത് ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക. നമ്മൾ വി ഡാഷ് വൈ കണ്ടുപിടിക്കുന്നു. വി ഡാഷ് വൈ കണ്ടുപിടിച്ചാൽ എത്ര കിട്ടും? -3. അത് ഒരിക്കലും എന്താകത്തില്ല? 0 ആകത്തില്ല. എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? ഒരു കാരണവശാലും 0 5യുടെ ഇന്റീരിയർ പോയിന്റ്സിലൊന്നും തന്നെ എക്സ്ട്രീം വരത്തില്ല. അതിന് ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. പിന്നെയുള്ള പോസിബിലിറ്റി എന്താണ്? അതിന്റെ എൻ പോയിന്റ്സ് ആണ് അല്ലെ.
അത് ബൗണ്ടറി പോയിന്റ്സ് ആണ്. ബൗണ്ടറി പോയിന്റ്സ് ആരാണ്? 0യും 5ഉം. അപ്പം 0യ്ക്കും 5നും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ട്രയാങ്കിൾ വരുന്ന പോയിന്റ് ആരാണ്? നമ്മുടെ 0 0യും 0 5ഉം. കാരണം ഈ സെഗ്മെന്റിൽ ഇപ്പം കൺസിഡർ ചെയ്താൽ ഇതിന്റെ എൻ പോയിന്റ്സ് വെച്ചാൽ 0 0യും 0 5. അപ്പൊ നോക്കിയേ, നിലവിൽ ഇതുവരെ നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് മൊത്തം 4 പോയിന്റുകളാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഇത് നമ്മുടെ 1 2 എന്ന് പറയുന്ന ഇന്റീരിയർ പോയിന്റ്. പിന്നെ ഏതൊക്കെ? 0 0യും 3 0യും 0 5ഉം. ഇനി നമ്മൾ ചെക്ക് ചെയ്ത ഒരു സ്ഥലം കൊണ്ടുണ്ട്. ഏത്? ഈ ലൈൻ സെഗ്മെന്റ്, ഈ 0 5ഉം 3 0യും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് 0 5ഉം 3 0യും 3 0യും 0 5ഉം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ ഇക്വേഷൻ ഇവിടെ നമുക്ക് നേരത്തെ x 0 y 0 ആ സെറ്റപ്പിൽ നമുക്ക് പറയാൻ പറ്റില്ല, ശരിയല്ലേ? അവിടെ സോറി ഈ പടത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. x = 0 y = 0 അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ വ്യത്യാസമുണ്ട്. ഇത് കോൺസ്റ്റന്റ് ആയിട്ടല്ല പോകുന്നത്, വേരി ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇതിനെ പ്രത്യേകം ചെയ്യണം. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ചെയ്യാൻ 3 0യും 0 5ഉം. അപ്പം ഇതിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അത് നമുക്കറിയാലോ. ഇപ്പം x1 y1 x2 y2 ഇതിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ഇക്വേഷൻ y - y1 y1 - y2 = അല്ലെ x - x1 x1 - x2. ആ രീതി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ എന്ത് വരും? y - y1 0 അല്ലേ? ഇത് x1 y1 ഇത് x2 y2. അപ്പം y - y1 y1 - y2 = x - x1 / x1 - x2. ശരിയാണല്ലോ. സോ ഇവിടെ നമുക്ക് y - -5 = x - 3/3. ശരിയാണല്ലോ. അപ്പൊ ഇവിടുന്ന് y = എന്ത് വരും? ഈ -5 അങ്ങോട്ട് കഴിഞ്ഞാൽ -5/3 of x - 3. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇത് എടുക്കുന്നതിന് മുമ്പേ y / -5 നമുക്ക് എഴുതാം x/3 - 1. ശരിയാണല്ലോ. ഓക്കെ, എങ്കിൽ ഇവിടുന്ന് y = -5 x/3 - 1. ഇവിടുന്ന് -5 അകത്തേക്ക് കൂടുതൽ എന്ത് വരും? ഇത് -5/3x + 5 കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് y = കിട്ടി. y = -5/3x + 5. അതാണ് ഇതിൽ പറയുന്നത്. y = -5/3x + 5. x വേരി ചെയ്യുന്നവിടെ വരാം. നോക്കിയേ, ഇതല്ലേ x വേരി ചെയ്യുന്നത്. ഇവിടെയാണല്ലോ x വേരി ചെയ്യുന്നത്. x വേരി ചെയ്യുന്നവിടെ വരാം. 0 തൊട്ട് 3 വരെ x വേരി ചെയ്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് മെൻഷൻ ചെയ്യാം. x varies from 0 to 3. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് y ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ശരിയാണല്ലോ. അപ്പൊ ഞാൻ മാറ്റിയത്. സോ y = ഇത്. ഇതാണ് y = ലൈൻ സെഗ്മെന്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മൾ കണ്ടാണ് നമ്മൾ 2 ലൈൻ സെഗ്മെന്റ് ചെയ്തപ്പോൾ ഒരു വേരിയബിൾ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ശ്രദ്ധിച്ച് കണ്ടാണല്ലോ. ആദ്യം ചെയ്ത് നമ്മൾ x എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് മാത്രം കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള പോയി. രണ്ടാമത്തെ സെഗ്മെന്റ് എന്ത് ചെയ്തു? y എന്ന് പറഞ്ഞ സിംഗിൾ വേരിയബിളിലേക്ക് കൊണ്ടു. അപ്പോഴേ നമുക്ക് ചെയ്യാനുള്ള പോയി. നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ച സെയിം ആയിട്ട് ചോദിച്ചത്. അതേപോലെ ഈ മൂന്നാമത്തെ ലൈൻ സെഗ്മെന്റ്, അതായത് 3 0 0 5, അതിനെ നമുക്ക് ഒരു സിംഗിൾ വേരിയബിളിലേക്ക് ക്വസ്റ്റ്യൻ കൺവേർട്ട് ചെയ്യാം. അതിനുവേണ്ടിയാണ് ആക്ച്വലി y നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് വരും? അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ f(x, y) എന്നുള്ളതാണല്ലോ നമ്മുടെ ഫംഗ്ഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ y-ക്ക് പകരം നമുക്ക് ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -5/3x + y. അപ്പൊ ഇതെന്തായാലും എക്സിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. നമ്മൾ അപ്പൊ അതിനെ എന്ത് വിളിക്കാം? ഒരു wx എന്നങ്ങ് വിളിക്കാം. ശരിയാണല്ലോ. അതാണ് പറയുന്നത് wx = f(x, -5/3x + 5). ഇനി എന്തിനാണെന്നറിയോ? ആ ഗിവൺ f(x, y) ഉണ്ടല്ലോ, എക്സിലും വൈയിലുള്ള ഒറിജിനൽ ക്വസ്റ്റ്യൻ, അവിടെ വൈയുടെ പ്ലേസിൽ -5/3x + 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. എല്ലാ ഹോംവർക്കാണ്, എന്നാലും വീട്ടിലാണല്ലോ. എന്തായാലും അത് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്യേണ്ട എത്ര മാത്രം വൈയുടെ പ്ലേസിൽ -5/3x + 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 3x × y, വൈക്ക് വരപ്പം -5/3x + 5, -6x -3y. അപ്പം വൈയുടെ സ്ഥാനത്ത് നിന്ന് എടുത്തു -5/3x + 5 + 7 ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത് അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ആൻസർ നിങ്ങൾക്ക് കിട്ടാൻ പോണത് -5x²
പ്ലസ് 14x മൈനസ് 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയതാണ് നമുക്ക് wx എന്നുള്ള ഫംഗ്ഷൻ ആയിട്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് 5x സ്ക്വയർ പ്ലസ് 14x മൈനസ് 8. എക്സ് വേരി തുടർന്ന് വിട്ടോടെ വരെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ക്ലോസ്ഡ് ഇന്റർവൽ 0 3. ഇതൊരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എക്സ്ട്രീമം കണ്ടുപിടിക്കാം? ഇന്റീരിയർ ആണെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, എക്സ്റ്റീരിയർ അല്ലെങ്കിൽ ബൗണ്ടറി ആണെങ്കിൽ ബൗണ്ടറി പോയിന്റ്സ് എടുക്കുക. അപ്പൊ ഇന്റീരിയർ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് നോക്കാൻ പോവാം. അപ്പൊ അതിനെന്ത് ചെയ്യണ്ട? w' നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ w' കണ്ടുപിടിച്ചാൽ എന്ത് വരും? മൈനസ് 10x പ്ലസ് 14. അപ്പൊ ഇതിന് നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10x ഈക്വൽ ടു 14. അപ്പൊ x ഈക്വൽ ടു 14 ബൈ അല്ലെ, x ഈക്വൽ ടു 14 ബൈ 10. അത് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? 7/5 കിട്ടും. അപ്പം x ഈക്വൽ ടു 7/5 കിട്ടും. അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. മൈനസ് 5/3x പ്ലസ് 5. y ഈക്വൽ ടു മൈനസ് 5/3x പ്ലസ് 5. ഇവിടെ എക്സിന്റെ വാല്യൂ 7/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങൾ y കണ്ടുപിടിക്കുക. y കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണത് 8/3 എന്ന് കിട്ടും. y ഈക്വൽ ടു 8/3. അപ്പൊ നമുക്കൊരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. ഏതാ? 7/5 8/3. ശരിയാണല്ലോ. അപ്പൊ നമുക്ക് 7/5 8/3 കിട്ടും. അതാണ് പറയുന്നത്. സോ ക്രിട്ടിക്കൽ നമ്പർ കറസ്പോണ്ട്സ് ടു 7/5 8/3. അപ്പൊ നോക്കിയേ, അപ്പൊ ഇന്റീരിയർ വരാനാണെങ്കിൽ അവിടെ 7/5 8/3 അത് ഏകദേശം ഇവിടെ വരും. ഏകദേശം ചുമ്മാ പറയുക 7/5 8/3. പിന്നെ ഏതാണ്? അകത്ത് വന്നിരിക്കുന്ന 1. പിന്നെ ബൗണ്ടറി പോയിന്റ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു. 0 5 3 0 നേരത്തെ തന്നെ കയറി വന്നു. അപ്പൊ നോക്കിയേ, 1 2 3 അകത്തൊരു 4 മൊത്തം 5. മൊത്തം 5 പോയിന്റ്സ് ആണ് സാധ്യതാ പട്ടികയിൽ വന്നിരിക്കുന്നത്. ശരിയാണല്ലോ. അപ്പൊ ഈ 5 പോയിന്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആ ന്യൂമറിക്കൽ വാല്യൂ d ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അല്ല സോറി, അപ്പൊ ഇത് ടെസ്റ്റ്. സോറി. അപ്പം നോക്കിയേ, ഈ 5 പോയിന്റുകളാണ് മാക്സിമം മിനിമം വരാൻ സാധ്യത. ഓക്കെ, അപ്പം നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റും മറ്റു കാര്യങ്ങളെല്ലാം കിട്ടി കഴിഞ്ഞു. അപ്പം സാധ്യത ലിസ്റ്റിലുള്ള പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യുക? XY എന്ന് എഴുതുക. അപ്പൊ 0 0 3 0 0 5 7/5 8/3 1 2 ഈ പോയിന്റുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? f(x)y കണ്ടുപിടിക്കണം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് f(x)y കണ്ടുപിടിച്ചു. ഇനി നോക്കിയേ, കൂട്ടത്തിൽ ഏറ്റവും ചെറിയ വാല്യൂവിന്റെ ഏതാണ്? -11 ആണോ -8 ആണോ? -11. സോ ഒരു കാര്യം ഉറപ്പാണ്, മിനിമം വരുന്നത് എവിടെയായിരിക്കും? 30 ഇനി കൂട്ടത്തിൽ വലിയ വാല്യൂ വരുന്ന ആരാണ്? 7 ആണോ 9/5 ആണോ 1 ആണോ? 7 ആണ്. സോ മാക്സിമം വരാൻ സാധ്യത എവിടെയാണ്? 0 0. അതാണ് പറഞ്ഞിരിക്കുന്നത്. The table lists the values of f(x) at the interior critical point and at the points on the boundary where an absolute extrema can occur. From the table we conclude that absolute maximum value of f is f(0 0) equal to 7. ശരിയല്ലേ? നമ്മൾ പറഞ്ഞ f(0 0) എത്ര കിട്ടും? 7. ഇനി മിനിമം വന്നിരിക്കുന്നത് എവിടെയാണ്? 30. അത് എത്രയാണ്? -11. സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.